മലപ്പുറം പെരിന്തൽമണ്ണയിൽ എക്സ്പോ മൈതാനത്ത് നടന്ന സംരംഭക മേളയിൽ അനുമതി കൂടാതെ ടിക്കറ്റ് വെച്ച് ഗാനമേള നടത്തി സംഘർഷത്തിൽ കലാശിച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് 2 കേസുകളായി 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുൾപ്പെടെ 20 പേർക്കെതിരെയാണ് കേസ്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ എക്സ്പോ മൈതാനത്ത് നടന്ന ഗാനമേളയിൽ ഉൾക്കൊള്ളാവുന്നതിലേറെയാണ് ആളുകൾ എത്തിയത്. ഇതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. സംഭവത്തിൽ 2 കേസ് രജിസ്റ്റർ ചെയ്ത പെരിന്തൽമണ്ണ പോലീസ് 8 പേരെ അറസ്റ്റ് ചെയ്തു. എക്സ്പോ നടത്തിപ്പുകാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസും നഗരസഭയും വെവ്വേറെ അന്വേഷണം നടത്തും. 3 ദിവസങ്ങളായി ഫുഡ് കോർട്ടും 34 സ്റ്റാളും സ്ഥാപിക്കാനായിരുന്നു അനുമതി തേടിയിരുന്നത്. 1963 കേരള പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് ആക്ട് പ്രകാരമാണ് താൽക്കാലികമായി അനുമതി നൽകിയതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. എന്നാൽ സ്റ്റാളുകളുടെ എണ്ണം കൂട്ടി നഗരസഭയുടെ അനുമതിയില്ലാതെ സ്റ്റേജ് സ്ഥാപിച്ച് സംഗീത നിശ നടത്തിയത് ചട്ടവിരുദ്ധമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ അപേക്ഷ ലഭിച്ചാൽ പരിശോധിച്ച് അനുയോജ്യമെങ്കിൽ മാത്രമാണ് ലൈസൻസ് നൽകാറുള്ളതെന്നും നഗരസഭ അറിയിച്ചു. ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ ആളുകളെ പങ്കെടുപ്പിച്ച് സംഗീത നിശ നടത്തിയതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമ നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. സമാപന ദിവസമായ ഞായറാഴ്ചയാണ് സംഗീത നിശ അരങ്ങേറിയത്. ഇതിനു പിന്നാലെ പ്രതീക്ഷിച്ചതിലേറെ ആളുകളെത്തി തള്ളിക്കയറിയതും നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് അകത്ത് കയറാനാകാതെയും ചെയ്തതാണ് സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചത്. പന്തലും കസേരകളും സൗണ്ട് സംവിധാനങ്ങളും കാണികൾ നശിപ്പിച്ചിരുന്നു. മലബാർ ടൈംസ്, പെരിന്തൽമണ്ണ.